പോകുന്നത് 23-ാമത്തെ അധ്യായമാണ്. ഇതൊരു ജീവചരിത്രമാണ്. ഒരു ജാതി ഒരു മതം. പ്രൊഫസർ M.K. സാനു എഴുതിയ ഒരു ജീവചരിത്രം. പ്രൊഫസർ M.K. സാനുവിൻ്റെ പ്രധാന കൃതികൾ നാരായണ ഗുരുസ്വാമി, സഹോദരൻ K. അയ്യപ്പൻ, ചങ്ങമ്പുഴ, കൃഷ്ണപിള്ള, നക്ഷത്രങ്ങളുടെ സ്നേഹവാചകം, അസ്തമിക്കാത്ത വെളിച്ചം തുടങ്ങിയവയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ ഒരു ജീവചരിത്രത്തിൽ തിരുവനന്തപുരത്തിനടുത്തുള്ള ചെമ്പഴന്തി ഗ്രാമത്തിൽ 1856 ജനിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. കുമാരനാശാൻ്റെ ഒരു തീയക്കുട്ടിയുടെ വിചാരം എന്ന കവിതയിലെ വരികൾ ജാതിയുടെ പേരിൽ അഹങ്കാരം കൊണ്ട് തമ്മിൽ അടിക്കുന്ന ജനങ്ങളെ ഓർത്ത് വിലപിക്കുകയാണ് കവി. ഇത്തരക്കാർക്ക് സ്വരാജ്യവും സ്വാതന്ത്ര്യവുമൊക്കെ ലഭിച്ചിട്ട് എന്താണ് ഫലം എന്നാണ് ചോദിക്കുന്നത്. മനുഷ്യർ ഒരുപോലെ ജനിക്കുന്നു, ഒരേ രൂപമാണ് അവർക്ക്. ഇതിൽ യാതൊരു വ്യത്യാസവും ഗുരു കാണുന്നില്ല. വേദവ്യാസൻ ജനിച്ചത് മുക്കുവ സ്ത്രീയായ സത്യഗതയിൽ നിന്നാണ്. പരേശ്വര മഹർഷിയുമൊത്ത് തോണിയാത്ര ചെയ്യുമ്പോഴാണ് ഗർഭധാരണം ഉണ്ടായത്. പരാശര മഹർഷിയാകട്ടെ പറച്ചിൽ നിന്നാണ് ജന്മം കൊണ്ടത്. അതുപോലെ എല്ലാ മതത്തിൻ്റെയും സാരം ഒന്നു തന്നെയാണ്. അത് കാണാതെ കുരുടർ ആനയെ കണ്ടതുപോലെ നാം മതത്തെ ഓരോ വിധം വ്യാഖ്യാനിക്കുന്നു എന്ന് മാത്രം. ഇങ്ങനെ പല യുക്തികൾ പറയുന്നവർ പാമരന്മാർ. അവരെ അനുകരിക്കരുത്. എല്ലാവരും എല്ലായ്പ്പോഴും ആത്മസുഖത്തിനു വേണ്ടിയാണ് പ്രയത്നിക്കുന്നത്. ലോകത്ത് ഒരു മതം മാത്രമേ ഉള്ളൂ എന്ന് കരുതി മനസ്സിൽ പാപം കലരാതെ ജീവിക്കണം. ഇതാണ് ഈ അധ്യായത്തിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഇനി ഈ അധ്യായത്തിലെ അപഗ്രഥന ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഒന്ന് നമുക്ക് നോക്കാം. ഇതിൽ അപഗ്രഥന ചോദ്യങ്ങൾ 6 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമുക്കതിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം എന്താണ്? തിരുനാൾ ആഘോഷവേളയിൽ സ്വാമി പ്രസിദ്ധപ്പെടുത്തിയ സന്ദേശങ്ങൾ ഏതായിരുന്നു? മദ്യം വിഷമാണ്, അത് ആരുണ്ടാക്കരുത്. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്. കൊടുക്കരുത്, കുടിക്കരുത്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്. അതാണ് നൽകിയ സന്ദേശം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സ്വാമിയുടെ സന്ദേശങ്ങൾ നിത്യജീവിതത്തിൽ പ്രസക്തമായ സന്ദേശം ഏത്? മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ഇത് തന്നെയാണ് അതിൻ്റെ ഉത്തരം. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന സന്ദേശം ഉൾക്കൊള്ളുന്ന ആശയം ഏത്? മനസ്സിനെ ലഹരി പിടിപ്പിക്കുന്ന മനോഭാവങ്ങളിൽ നിന്നും മോചനം നേടുക. ഓക്കെ. അടുത്ത ചോദ്യം, നാരായണ ഗുരു ഉപദേശിച്ച ഏകമതത്തിനു പിന്നിലെ പൊരുൾ എന്ത്? പ്രധാന തത്വങ്ങളിൽ മതങ്ങൾക്കു തമ്മിൽ വ്യതിയാനം ഇല്ല. അതുകൊണ്ട് മതത്തിൻ്റെ പേരിലുള്ള ഷണ്ട അസംബന്ധമാണ്. ഓക്കെ. അടുത്ത ചോദ്യം, സർവമത സമ്മേളനത്തിൽ ഗുരു ഉയർത്തിയ മുദ്രാവാക്യം എന്ത്? അതിൻ്റെ പൊരുൾ എന്തായിരുന്നു? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്.
ഗുരുദേവൻ്റെ ഏകമത വീക്ഷണമാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണെന്ന് അദ്ദേഹം കരുതുന്നു. അടുത്ത ചോദ്യം, നാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങളുടെ ആനുകാലിക പ്രസക്തി പാഠഭാഗത്തെ അടിസ്ഥാനമാക്കി ഉപന്യസിക്കുക. എന്താണ്? കേരളത്തിൻ്റെ നവോത്ഥാനം സാമൂഹ്യ തിന്മകൾക്കെതിരെ പടപൊരുതി വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും പുലർത്തേണ്ട നന്മകൾ ഉപാദിപ്പിച്ചു. ജാതിമത ചിന്തയുടെ അർത്ഥശൂന്യത ബോധ്യപ്പെടുത്തി. വിദ്യാഭ്യാസത്തിനും സാമൂഹിക കൂട്ടായ്മയ്ക്കും വേണ്ടി ഉദ്ബോധിച്ചു. സർവരത്ന സമ്മേളനം. ഇതൊക്കെ ഈ കൊടുത്തിട്ടുള്ള നമ്മളിപ്പോൾ പറഞ്ഞ ആശയങ്ങളൊക്കെ കൂടി കൊടുത്തിട്ടാണ് നമുക്ക് ഇതിനെ കുറിച്ചിട്ട് ഒരു ഉപന്യാസം തയ്യാറാക്കാനാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായല്ലോ? അപ്പോൾ ഞാൻ പറഞ്ഞ ഈ പോയിന്റുകളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് വേണം ഒരു ഉപന്യാസം തയ്യാറാക്കാൻ. ഇനി അടുത്തത് നോക്കാം, അവതാരണ ചോദ്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. ഈ പാഠഭാഗത്തുള്ള അപഗ്രഥന ചോദ്യങ്ങളും അവതാരണ ചോദ്യങ്ങളും നല്ല ഇമ്പോർട്ടൻ്റ് ആയതാണ്. അവതാരണ ചോദ്യങ്ങളൊന്ന് നോക്കാം നമുക്ക്. എന്തൊക്കെയായിരുന്നു അവതാരണ ചോദ്യങ്ങൾ? ഇതാ, ഒന്നാമത്തത്, ശ്രീനാരായണ ഗുരുസ്വാമിയുടെ ജീവിതത്തിൽ ഉജ്ജ്വല കാലഘട്ടം 1918 ശേഷം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? രണ്ടാമത്തെ ചോദ്യം, തിരുനാൾ ആഘോഷവേളയിൽ സ്വാമി പ്രസിദ്ധപ്പെടുത്തിയ സന്ദേശങ്ങളിൽ ആദ്യത്തേത് ഏത്? അടുത്ത ചോദ്യമാണ്, അതിലുള്ള അമിതമായ താല്പര്യം ആ സമുദായത്തിൻ്റെ അധപതനത്തിലുള്ള പല കാരണങ്ങളിൽ ഒന്നായിരുന്നു. ഏതിനെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? അടുത്ത ചോദ്യം, മനസ്സിനെ ലഹരി പിടിപ്പിക്കുന്ന മനോഭാവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏത്? ബ്രാക്കറ്റിൽ കുറച്ച് കൊടുത്തിട്ടുണ്ട്. കള്ളുണ്ടാക്കുന്നത്, കള്ള് കുടിക്കുന്നത്, മതാധന്ധ. അടുത്ത ചോദ്യം, ശാശ്വതമായ മനുഷ്യത്വത്തിൻ്റെ പ്രഖ്യാപനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്വാമിജിയുടെ രണ്ടാമത്തെ സന്ദേശം ഏത്? അടുത്ത ചോദ്യമാണ്, എല്ലാ മതങ്ങളുടെയും സാരം ഒന്നു തന്നെ എന്ന ആശയം സ്വാമി സമർത്ഥിക്കുന്നതെങ്ങനെ? അടുത്ത ചോദ്യം, സൂക്ഷ്മാന്വേഷണത്തിന് സഹായിക്കുന്ന മാർഗദർശികൾ എന്നു വിശേഷിപ്പിക്കുന്നതെന്തിനെ? അടുത്തത്, ഒന്ന് മറ്റൊന്നിനെ തോൽപ്പിക്കുന്നതിലൂടെ അവസാനിക്കാത്ത ഷണ്ട ഏത്? പ്രധാന തത്വങ്ങളിൽ വ്യത്യസ്തമില്ലാത്ത മതം ഏത്? എന്തു ബോധ്യപ്പെടുത്താനാണ് ഗുരുദേവൻ സർവമത സമ്മേളനം വിളിച്ചു കൂട്ടുവാൻ ആഗ്രഹിച്ചത്? ഇങ്ങനെ 10ഓളം ക്വസ്റ്റ്യൻസ് നമുക്ക് അവതാരണ ചോദ്യങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നന്നായി വായിച്ച്, ഈ പാഠഭാഗത്ത് തന്നെ ഇതിൻ്റെ ആൻസറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നന്നായി വായിച്ചിട്ട് നന്നായിട്ട് പാഠഭാഗം വായിച്ച് നോക്കുക, നന്നായിട്ട് ആൻസർ ചെയ്യുക. ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത്, അടുത്ത പാഠഭാഗം എന്താണ്? 24ാമത്തെ പാഠഭാഗമാണ് നമ്മൾ അടുത്തത് എടുക്കാൻ പോകുന്നത്. അതായത് രാവണൻ പിടിച്ച പുലിവാൽ. അത് എഴുതിയത് ആരായിരുന്നു? കുഞ്ചൻ നമ്പ്യാരാണ് അല്ലേ? രാവണൻ പിടിച്ച പുലിവാല്. കുഞ്ചൻ നമ്പ്യാരാണ് എഴുതിയിട്ടുള്ളത്. ഇതൊരു കവിതയാണ്. കുഞ്ചൻ നമ്പ്യാരെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. പാലക്കാട് ജില്ലയിൽ ലക്കിടി റെയിൽവേ സ്റ്റേഷനു സമീപമുള്ള ചെറിയ ഗ്രാമമാണ് കിള്ളിക്കുറിശി മംഗലം. ആ പേരിൽ അവിടെ ഒരു മഹാക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിൻ്റെ വടക്കു പടിഞ്ഞാറ് ഉണ്ടായിരുന്ന കലക്കത്ത് ഭവനത്തിലാണ് നമ്പ്യാരുടെ ജനനം. 1700നും 1775നും ഇടയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം. ഒരു നങ്ങ്യാർക്ക് ബ്രഹ്മണാനുഗ്രഹത്താൽ ജനിച്ച പുത്രനാണ് നമ്പ്യാർ എന്നൊരു ഐതിഹ്യവും പ്രചാരത്തിലുണ്ട്. കുഞ്ചൻ എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്പ്യാരുടെ യഥാർത്ഥ
യഥാർത്ഥ നാമധേയം അതുതന്നെയായിരുന്നോ എന്നു തിട്ടമില്ല. ഓട്ടൻ, ശീതങ്കൻ, പറയൻ എന്നീ 3 വിഭാഗത്തിൽ 50ഓളം തുള്ളലുകൾ നമ്പ്യാർ രചിച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണ ചരിത്രം, മണിപ്രവാളം, ഭഗവദ്ഗീത, 14 വൃത്തം, നളചരിതം, കിളിപ്പാട്ട്, ശിവപുരാണം, കിളിപ്പാട്ട് തുടങ്ങിയ മറ്റു കൃതികൾ. അമ്പലപ്പുഴയിൽ താമസിക്കുമ്പോഴാണ് ആദ്യത്തെ തുള്ളലായ കല്യാണ സൗഗന്ധികം രചിച്ചത്. പാഠപുസ്തകത്തിലുള്ള രാവണൻ പിടിച്ച പുലിവാല് എന്ന ഭാഗം ബാലി വിജയം ഓട്ടൻതുള്ളലിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇതിൽ കുഞ്ചൻ നമ്പ്യാർ കവി പരിചയം നമ്മൾ നോക്കിയത്. ഇതൊക്കെയാണ് ഇതിൻ്റെ കവി പരിചയം. അപ്പോൾ ഈ കവിതയുടെ അർത്ഥം നോക്കുകയാണെങ്കിൽ, സമർത്ഥനായ നാരദൻ്റെ പ്രിയപ്പെട്ട വാക്കുകൾ കേട്ട് ശിവപുരാണം നമുക്ക് ഈ പാഠഭാഗത്തിലേക്കൊന്ന് നോക്കാം. സമർത്ഥനായ നാരദൻ്റെ പ്രിയപ്പെട്ട വാക്കുകൾ കേട്ട് വിഡ്ഢിയായ രാവണൻ മുഴുത്ത അഹങ്കാരിയായി മാറി. ബാലിയുടെ മിടുക്കുണ്ടോ അവനറിയുന്നു. പിന്നെ ആ വാനരശ്രേഷ്ഠൻ്റെ അടുത്തേക്ക് നീങ്ങി. അടുക്കുമ്പോൾ ഭയം കൊണ്ട് അകന്നു മാറുകയും ചെയ്യും. ഇടയ്ക്കിടെ നാരദനെ നോക്കും, വീണ്ടും അടുക്കും. കൂട്ടിനു വന്ന മുനിക്ക് രാവണൻ്റെ ഈ അടുക്കലും അകൽച്ചയും പേടിയും കണ്ടപ്പോൾ വലിയ രസം തോന്നി. മുനി, നീ ചെന്ന് വാല് പിടിക്ക് എന്ന് ഉപദേശിച്ചു. കേട്ട പാതി ആ മണ്ടൻ മിണ്ടാതെ അടുത്ത് ചെന്ന് നീണ്ടു തടിച്ച വാലിൽ ഒറ്റ പിടി പിടിച്ചു. ഒരു കൈ കൊണ്ട് വാലിൽ പിടിക്കേണ്ട താമസം ആ കൈ ബാലി വാലുകൊണ്ട് വരിഞ്ഞു. ഉടനെ ചതി പറ്റിയെന്ന് രാവണന് തോന്നി. ഇനി എന്തു ഗതി എന്ന ഭാവത്തിൽ മുനിയെ നോക്കി മറ്റേ കൈകൊണ്ടും പിടിക്കുക എന്ന് നാരദൻ വിളിച്ചു പറഞ്ഞു. വീണ്ടും വിചാരമില്ലാത്ത രാവണന് ഒരു പോംവഴി കിട്ടിയ പോലെ തൽക്കാലത്തേക്കൊരു ആശ്വാസം തോന്നി. രണ്ടാമത്തെ കൈകൊണ്ടും പിടിച്ചതും വാലുകൊണ്ട് 2 കൈകളും ചേർത്ത് വരിഞ്ഞതും ഒന്നിച്ചു കഴിഞ്ഞു. 2 കൈയും പണയത്തിലായതുകൊണ്ടല്ലേ കണ്ടില്ലേ നാരദരെ, എന്നെ കുഴിയിൽ ചാടിക്കാൻ തന്നെയാണോ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് എന്ന രാവണൻ്റെ മട്ടു കണ്ടപ്പോൾ നാരദന് അത് നന്നേ പിടിച്ചു. നീണ്ടു തടിച്ച 20 കൈകൾ കൊണ്ടും തെരുതെരെ വാലു പിടിക്കാൻ നാരദൻ ഉപദേശിച്ചു. അത്ര രസിച്ചില്ലെങ്കിലും രാവണൻ നാരദൻ പറഞ്ഞതുപോലെ 20 കൈകൊണ്ടും തെരുതെരെ വാലിൽ പിടിച്ചു. ബാലിയാകട്ടെ 20 കൈകൾ മാത്രമല്ല, രാവണൻ്റെ ശരീരവും വാലുകൊണ്ട് വരിഞ്ഞു രാവണനെ പൊക്കിയെടുത്ത് കടലിലെ ഉപ്പുവെള്ളത്തിൽ മുക്കി ബാലി സംതൃപ്തനായി. അപ്പോൾ ഇതൊക്കെയാണ് ഈ രാവണൻ പിടിച്ച പുലിവാല് എന്ന കവിതയിൽ പറയുന്നത്. പുലിക്കാട്ടു ജില്ലയിലെ ലക്കിടി റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ചെറിയ കിള്ളിക്കുറിശി മംഗലം അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കും, പിന്നെയും നോക്കും, പിന്നെ അങ്ങനെ ആയിരുന്നു. ഇതൊക്കെയാണ് ഈ കവിതയിൽ പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത്, ഇപ്പോൾ പറഞ്ഞതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ പറഞ്ഞത് കവിതയുടെ ആശയമായിരുന്നു. ഇനി അടുത്തത് ഈ കവിതയിലെ അവതാരണ ചോദ്യങ്ങളും അപഗ്രഥന ചോദ്യങ്ങളും നമുക്കൊന്ന് നോക്കാം അല്ലേ. ഇതിൽ കുറച്ച് അപഗ്രഥന ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ട്, നമുക്കൊന്ന് നോക്കാം.
അപഗ്രഥന ചോദ്യം ഒന്ന് നോക്കാം നമുക്ക്. താഴെ പറയുന്ന പദങ്ങളിൽ അർത്ഥവ്യത്യാസമുള്ള പദം ഏതാണ്? ദശഗന്ധരൻ. ഈ രണ്ടാമത്തതാണ് ഇതിൻ്റെ ഉത്തരം. താഴെ എഴുതിയിട്ടുള്ളവയിൽ ഏതാണ് പരിഹാസപൂർവം പ്രയോഗിച്ചിട്ടുള്ളത്? ചങ്ങാതിയാകും മുനി. ഇതാണ് അതിൻ്റെ ഉത്തരം. മൂന്നാമത്തത് കണ്ടു രസിച്ചു മുനീശ്വരൻ എന്തുകൊണ്ട്? ഒരു കൈ വാലുകൊണ്ട് വരിഞ്ഞപ്പോൾ. ഒരു കൈ വാലുകൊണ്ട്, അത് നാലാമത്തേൻ്റെ ഉത്തരമാണ്, ഒരു കൈ വാലുകൊണ്ട് വരിഞ്ഞപ്പോൾ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ രാവണൻ്റെ ഭാവം കണ്ട്. ചോദ്യം കണ്ടു രസിച്ചു മുനീശ്വരൻ എന്തുകൊണ്ട്? രാവണൻ്റെ ഭാവം കണ്ടാണ് രസിച്ചത്. നാലാമത്തെ ചോദ്യം ദശഗന്ധരന് ചതി പിണഞ്ഞു എന്ന് തോന്നിയപ്പോൾ എന്താണ്? ഒരു കൈ വാലുകൊണ്ട് വരിഞ്ഞപ്പോഴാണ്. അടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ചാമത്തെ ചോദ്യമാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഈ പാഠത്തിലെ ഫലിത പരിഹാസ പ്രയോഗങ്ങൾ എടുത്തെഴുതുക. എന്തൊക്കെയാണ്? രാവണൻ ഭയത്തോടും പരിഭ്രമത്തോടും ബാലിയെ സമീപിക്കുന്നതും അതുകണ്ട് നാരദൻ സന്തോഷിക്കുന്നതും ഫലിതമുണർത്തുന്നു. കൈകൾ പണയത്തിലായപ്പോഴും വാലിൽ കുടുങ്ങിക്കഴിയുമ്പോഴും രാവണനിൽ പ്രകടമാകുന്ന ദയനീയ ഭാവം വായനക്കാരിൽ ചിരി ഉളവാക്കുന്നു. ചങ്ങാതിയായ മുനി എന്ന പ്രയോഗത്തിലുമുണ്ട് ഫലിതം. രാവണനെ ബാലിയുടെ വാലിൽ കുടുക്കി മടങ്ങാൻ തുടങ്ങുന്ന നാരദൻ്റെ വാക്കുകൾ മുഴുവൻ പരിഹാസം നിറഞ്ഞതാണ്. അടുത്ത ചോദ്യം, നാരദൻ രാവണനെ വാലിൽ കുടുക്കിയ രീതി വിവരിക്കുക. ബാലി സമുദ്രതീരത്തു നിന്ന് തർപ്പണം ചെയ്യുകയായിരുന്നു. കുരങ്ങിനു ശക്തി വാലിലാണെന്നും വാലിൽ പിടിച്ചാൽ ബാലിയെ കൊല്ലാൻ എളുപ്പമാണെന്നും നാരദൻ രാവണനെ ധരിപ്പിച്ചു. ബാലിയുടെ രൂപം കണ്ടപ്പോൾ രാവണന് ഭയമായി. അയാൾ പലകുറി അടുത്തു ചെല്ലുകയും പിൻവാങ്ങുകയും ചെയ്തു. ഒടുവിൽ ആ വിഡ്ഢിയെ വാലിൽ പിടിക്കാൻ നാരദൻ നിർബന്ധിച്ചു. രാവണൻ ഒരു കൈ കൊണ്ട് വാലിൽ പിടിച്ചു. ബാലി ആ കൈ വാലുകൊണ്ട് വരിഞ്ഞു. ചതി പിണഞ്ഞെന്ന് രാവണന് ബോധ്യമായി. ഇനി എന്തു വേണമെന്ന മട്ടിൽ നാരദൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ മറ്റേ കൈ കൊണ്ടും പിടിക്കാൻ പറഞ്ഞു. അതും ബന്ധനത്തിലായി. ഇനിയോ രക്ഷപ്പെടാൻ നീ എന്തു മാർഗമെന്നായി രാവണൻ. 20 കൈ കൊണ്ടും പിടിക്കാൻ നാരദൻ ഉപദേശിച്ചു. കേട്ടപാടെ രാവണൻ അനുസരിച്ചു. ബാലിയാകട്ടെ 20 കൈകൾ മാത്രമല്ല, ദേഹം മുഴുവൻ വാലുകൊണ്ട് വിരിഞ്ഞു മുറുക്കി. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. നന്നായിട്ട് വായിച്ചു നോക്കുക. ഇനി അടുത്തത് 25ാമത്തെ അധ്യായമായത് രചനാ വിഭാഗത്തിൽപ്പെട്ടതാണ്. എങ്ങനെയാണ് ഒരു ലഘു ഉപന്യാസം എഴുതുക എന്നതാണ്. ഉപന്യാസത്തിന് എന്തൊക്കെയാണ് ശ്രദ്ധിക്കുക എന്നൊക്കെയാണ് പറയണത്. ആമുഖ വിഭാഗങ്ങളാണ് ആദ്യ ഭാഗത്ത് വരേണ്ടത്. വിഷയത്തെക്കുറിച്ചാണ് പിന്നെ എഴുതേണ്ടത്. അങ്ങനെ അതൊക്കെയാണ് ഈ ലഘു ഉപന്യാസം എന്ന പാഠഭാഗത്തിൽ പറയുന്നത്. ഇനി അടുത്ത പാഠഭാഗം നമുക്ക് നോക്കാനുള്ളത് 26ാമത്തെ പാഠഭാഗമാണ്. പാഠഭാഗമാണ് നാനാത്വത്തിൽ ഏകത്വം. ഇതൊരു ഉപന്യാസമാണ്. ജവഹർലാൽ നെഹ്റു എഴുതിയ നാനാത്വത്തിൽ ഏകത്വം. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം, അല്ലേ? ഇതെഴുതിയത് സ്വാതന്ത്ര്യ സമര സേതാവും ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയുമായ ജവഹർലാൽ നെഹ്റു ആണ്.
ചിന്തകൻ, ചരിത്ര പണ്ഡിതൻ, രാഷ്ട്രതന്ത്രജ്ഞൻ, സാഹിത്യകാരൻ എന്നീ നിലകളിൽ പ്രസിദ്ധനാണ്. ഇന്ത്യയെ കണ്ടെത്തൽ, വിശ്വചരിത്രാവലോകനം, ആത്മകഥ എന്നീ ശ്രദ്ധേയമായ ഗ്രന്ഥങ്ങളാണ്. ഈ അധ്യായത്തിൽ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളതാണ് പാഠഭാഗം. CH കുഞ്ഞപ്പയാണ് ഇത് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. ഈ അധ്യായത്തിൽ 4 ചോദ്യങ്ങളാണ് ഇതിലുള്ളത്. ഇതിൻ്റെ ഉത്തരങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപഗ്രന്ഥന ചോദ്യങ്ങളൊക്കെ നോക്കാം. അപഗ്രന്ഥന ചോദ്യങ്ങളിൽ ഒന്നാമത്തത്, ഇന്ത്യയുടെ നാനാത്വം പ്രകടമാവുന്നത് എന്തെല്ലാം ഘടകങ്ങളിലാണ്? ജനങ്ങളുടെ ദേഹപ്രകൃതി, മാനസികാവസ്ഥ എന്നിവ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ആചാരങ്ങളിലുള്ള വ്യത്യാസം ജനവിഭാഗങ്ങളുടെ പ്രത്യേകതകളെയാണ് കുറിക്കുന്നത്. വ്യത്യസ്ത ഭൂപ്രകൃതിയുള്ള പ്രദേശങ്ങൾ ഇവിടെ കാണാം. മതത്തിൻ്റെ കാര്യത്തിലും നാനാത്വം പ്രകടമാണ്. ഇന്ത്യയുടെ ഏകത്വത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം? യുഗയുഗാന്തരങ്ങളായി ഒരേ പൈതൃകം പുലർത്തുന്നവരാണ് ഭാരതീയർ. മാനസികവും ധാർമ്മികവുമായി ഒരേ തരത്തിൽപ്പെടുന്ന ഗുണവിശേഷങ്ങൾ ഭാരതീയർക്കുണ്ട്. ജീവിതത്തെയും ജീവിതത്തിലെ പ്രശ്നങ്ങളെയും സംബന്ധിച്ചു കൈക്കൊണ്ട തത്വശാസ്ത്രപരമായ മനോഗതിയിലും ജീവിത രീതികളിലും ഇന്ത്യയുടെ ഏകത്വം കാണാം. വിദേശ സ്വാധീനം പോലും ഇന്ത്യയെ ഒന്നിച്ചു നിൽക്കാനാണ് പ്രേരിപ്പിച്ചിട്ടുള്ളത്. വൈവിധ്യങ്ങളെ അംഗീകരിക്കുന്ന ഈ ഏകത്വം അഗാധതരമാണ്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഇന്ത്യയുടെ ഏകത്വം പ്രകടമാകുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാം? ഇന്ത്യയിൽ വന്നെത്തിയ ക്രിസ്ത്യാനികളും ജൂതരും മുസ്ലിങ്ങളും ഏതാനും തലമുറക്കുള്ളിൽ ഇന്ത്യക്കാരായി മാറി. ഈ മതങ്ങളിൽ ചിലതിലേക്കു പരിവർത്തനം ചെയ്ത ഇന്ത്യക്കാർ മതം മാറിയിട്ടും ഇന്ത്യക്കാരായില്ല. മറ്റു രാജ്യങ്ങളിൽ ചെന്നാൽ ഇവരെ ഇന്ത്യക്കാരായേ ഗണിക്കുന്നുള്ളൂ. ഇവിടെയെല്ലാം ഇന്ത്യയുടെ ഏകത്വമാണ് പ്രകടമാവുന്നത്. നാലാമത്തെ ചോദ്യം വാക്യത്തിൽ പ്രയോഗിക്കുക. സാദൃശ്യം, പൈതൃകം, സഹിഷ്ണുത. സാദൃശ്യം എന്ന് പറഞ്ഞാൽ കേരളീയ കലകളോട് സാദൃശ്യമുള്ള കലാരൂപങ്ങൾ പല ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും കാണാം. പൈതൃകം, രാമൻ പൈതൃകമായി ലഭിച്ച രാജ്യാവകാശം അനുജനായ ഭരതനെ ഏൽപ്പിക്കുന്നു. സഹിഷ്ണുത, മതസഹിഷ്ണുത ഭാരതീയരുടെ ഒരു സവിശേഷതയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. നന്നായിട്ട് നോക്കുക, മനസ്സിലാക്കുക. ഇത് ഒരു പേപ്പറും പെന്നും എടുത്തിട്ട് അതിൽ എഴുതി വെച്ചിട്ട് വേണം നന്നായിട്ട് വായിച്ച് നോക്കി പഠിക്കണം. ഇനി അടുത്തത് 27ാമത്തെ പാഠഭാഗമാണ്. 27ാമത്തെ പാഠഭാഗം എന്ന് പറയുന്നത് വളർത്തുമൃഗങ്ങൾ. അത് എഴുതിയത് MT വാസുദേവൻ നായരാണ്. സർക്കസിലെ അത്ഭുതകരമായ അഭ്യാസ പ്രകടനങ്ങളുടെയും പൊട്ടിച്ചിരികളുടെയും പിന്നിലുള്ള പച്ചയായ ജീവിതത്തിൻ്റെ കഥയാണ് വളർത്തുമൃഗങ്ങൾ. ജാനമ്മ എന്ന ട്രപ്പീസ് കളിക്കാരിയെ കേന്ദ്രീകരിച്ചാണ് സർക്കസുകാരുടെ ദൈന്യം MT അവതരിപ്പിക്കുന്നത്. ദാരിദ്ര്യമാണ് പലരെയും സർക്കസ് കൂടാരത്തിലേക്ക് എത്തിക്കുന്നത്. ഒരു സ്ത്രീയാണെങ്കിൽ സർക്കസ് കൂടാരത്തിൽ നിരവധി കൈപ്പേറിയ അനുഭവങ്ങൾ നേരിടേണ്ടി വരും. എത്രയൊക്കെ സഹിച്ചാലും അവസാനം ആരോഗ്യവും ഒരു യൗവനവും നഷ്ടപ്പെട്ടാൽ പിന്നെ സർക്കസ് കൂടാരത്തിൽ സ്ഥാനമില്ല. ഒന്നുകിൽ വേലക്കാരി അല്ലെങ്കിൽ പെരുവഴി.
ഇതാണ് അവരുടെ വിധി. ഉടമസ്ഥൻ്റെ പ്രവർത്തികളെ ചോദ്യം ചെയ്യാൻ ആരെയും അനുവദിക്കില്ല. ഇക്കാര്യങ്ങൾ ജാനമ്മയുടെ മറ്റു ചില കളിക്കാരുടെയും അനുഭവങ്ങളിലൂടെ MT വിദഗ്ധമായി കഥയിൽ അവതരിപ്പിക്കുന്നത്. MT വാസുദേവൻ നായർ ചെറുപ്പത്തിൽ എഴുതി തുടങ്ങിയ ആളാണ്. കഥ, കവിത എന്നീ പല രീതികളിലും പയറ്റി നോക്കി. എങ്കിലും കഥയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സാഹിത്യ രൂപമായി തിരഞ്ഞെടുത്തത്. രക്തം പുരണ്ട മൺതരികൾ ആദ്യ സമാഹാരം, നിന്റെ ഓർമ്മയ്ക്ക്, ഓളവും തീരവും, കെട്ടിയടത്തി, ഇരുട്ടിൻ്റെ ആത്മാവ്, വാരിക്കുഴി, നഷ്ടപ്പെട്ട ദിനങ്ങൾ, ബന്ധനം, വാനപ്രസ്ഥം, ഷെർലക് തുടങ്ങിയ കഥാസമാഹാരങ്ങൾക്കു പുറമെ അസുരവിത്ത്, കാലം, നാലുകെട്ട്, മഞ്ഞ്, രണ്ടാം ഊഴം എന്നീ നോവലുകളും ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന യാത്രാവിവരണവും ഗോപുരനടയിൽ എന്ന നാടകവും കാതികൻ്റെ പണിപ്പുര, കാതികൻ്റെ കല എന്നീ ലേഖന സമാഹാരങ്ങൾ രചിച്ചിട്ടുണ്ട്. പള്ളിവാളും കാൽച്ചിലമ്പും എന്ന സ്വന്തം ചെറുകഥയെ ആസ്പദമാക്കി നിർമ്മിച്ച നിർമ്മാല്യം എന്ന സിനിമ 1974 മികച്ച ഇന്ത്യൻ സിനിമയ്ക്കുള്ള അവാർഡ് വാങ്ങി. പിന്നീട് ഒട്ടേറെ ചലച്ചിത്രങ്ങൾക്കു തിരക്കഥ എഴുതിയിട്ടുണ്ട്. കാലം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, നാലുകെട്ട് കേരള സാഹിത്യ അക്കാദമി അവാർഡ്, രണ്ടാം ഊഴം, വയലാർ അവാർഡ് എന്നിവ നേടുകയുണ്ടായി. ജ്ഞാനപീഠം പുരസ്കാരമാണ് ജ്ഞാനപീഠം പുരസ്കാരമാണ് ഈ കൂട്ടത്തിൽ ഒടുക്കത്തേത്. ഇതിൽ മൊത്തത്തിൽ 27ഓളം പാഠഭാഗങ്ങളാണ് ഈ മലയാളത്തിൽ പഠിക്കാനുള്ളത്. ഇതിൽ കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളുമുണ്ട്, അവതാരണ ചോദ്യങ്ങളുമുണ്ട്, അപഗ്രഥന ചോദ്യങ്ങളുമുണ്ട്. ഇത് നമ്മൾ നന്നായിട്ട് പഠിക്കുക, എന്നിട്ട് നന്നായിട്ട് എഴുതുക. ഇതിൻ്റെ ചോദ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നൊന്ന് നോക്കാം നമുക്ക്. അവതാരണ ചോദ്യങ്ങളും അപഗ്രഥന ചോദ്യങ്ങളും ഒന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം കണ്ടില്ലേ? ജാനമ്മയുടെ കരളിൽ നീറൽ അനുഭവപ്പെട്ടതെപ്പോൾ? ഓർക്കുമ്പോൾ ഒരു യാഥാർത്ഥ്യം അവളുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നു. യാഥാർത്ഥ്യം എന്ത്? മൂന്നാമത്തെ ചോദ്യം, ഇന്നും ജാനമ്മക്ക് കരച്ചിൽ വരും. എന്തിനെ പറ്റി ഓർക്കുമ്പോഴാണ് കരച്ചിൽ വരിക? അടുത്തത്, അപകടത്തെ ആശ്ലേഷിക്കുന്നതായി ജാനമ്മയ്ക്ക് തോന്നിയിരിക്കുന്നത് എപ്പോഴെല്ലാം? സ്ത്രീകളുടെ പ്രതിഷേധത്തിന് കാരണമെന്ത്? ആറാമത്തെ ചോദ്യം, അനുഭവങ്ങളുടെ കലവറ എന്ന് കഥയിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത് ആര്? വനജയിൽ നിന്ന് കിട്ടിയ വാർത്ത എന്തായിരുന്നു? അടുത്തത്, ആ വാക്കിന് വല്ലാത്ത കനമുണ്ടായിരുന്നു. ഏത് വാക്കിനായിരുന്നു? എ വിഭാഗത്തിലെ പദങ്ങളുടെ ഉചിതമായ അർത്ഥം വരുന്ന പദങ്ങൾ ബി വിഭാഗത്തിലുണ്ട്, അവ കണ്ടെത്തുക. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ 10ഓളം ചോദ്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉത്തരങ്ങളും നമുക്ക് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി അവതാരണ ചോദ്യങ്ങളും ഉണ്ട് ഇതിൽ കുറേ. ജാലകത്തിലൂടെ മുറിയുടെ അകത്തേക്ക് എത്തി നോക്കിയത് എന്താണ്? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ജാനമ്മയെ ലക്ഷ്മിയെക്കുറിച്ച് ഓർത്തത് എന്തുകൊണ്ട്? ജാനമ്മ ലക്ഷ്മിയെക്കുറിച്ച് ഓർത്തത് എന്തുകൊണ്ട്? അടുത്തത്, കൂട്ടുകാരികൾ കളി കഴിഞ്ഞു മടങ്ങിയെത്തിയപ്പോൾ ജാനമ്മ എന്തു ചെയ്തു? അടുത്ത ചോദ്യം, അവളുടെ ചുറ്റും സ്ത്രീകളും പുരുഷന്മാരും തെങ്ങി നിൽക്കുന്നുണ്ട്. ആരാണ് അവർ? അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ജാനമ്മ സ്തംഭിച്ചു നിന്ന് പോയത് എപ്പോൾ? ആറാമത്തെ ചോദ്യം, ഉചിതമായത് തിരഞ്ഞെടുത്തെഴുതു പൂരിപ്പിക്കുക. ഏഴാമത്തെ ചോദ്യം, എ വിഭാഗത്തിലെ പദങ്ങളുടെ അർത്ഥം ബി വിഭാഗത്തിൽ കണ്ടെത്തുക. കാണികളെ ചിരിപ്പിക്കുന്നത് ആരാണ്? ഗുരുക്കൾ ജാനമ്മയെ കൊണ്ടുപോയത് എവിടേക്കാണ്? അടുത്തത്, ജാനമ്മയെ അത്ഭുതപ്പെടുത്തിയ വസ്തുത എന്ത്? ഇങ്ങനെ 10ഓളം ചോദ്യങ്ങളും അവതാരണത്തിലുണ്ട്, അപഗ്രഥന ചോദ്യങ്ങളിലുണ്ട്. അപ്പോൾ നമുക്ക് ഈ 10ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളത് മൊത്തം 27 ചാപ്റ്റേഴ്സാണ്. അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുക, നല്ല വായിച്ച് നോക്കിയിട്ട് നന്നായിട്ട് എഴുതുക.
ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവതാരണ ചോദ്യങ്ങളും അപഗ്രഥന ചോദ്യങ്ങളും ഒക്കെ നന്നായിട്ട് വായിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ എന്തെടുത്തത് നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ.